ഹായ് ഡിയേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെടികൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഇതിനാവശ്യമുള്ളത്. പച്ചക്കറികൾക്കും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെ ഒരുപോലെ ഫലപ്രദമാണ്. കൂടാതെ നമ്മൾ ഖരരൂപത്തിൽ കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടികളത് വേഗത്തിൽ വലിച്ചെടുത്ത് പെട്ടെന്ന് വളരുന്നു. അതുകൂടാതെ മണ്ണിനെ ജൈവസമ്പുഷ്ടമാക്കുകയും pH ലെവൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളം ഏതാണെന്ന് നോക്കിയാലോ. അത് മറ്റൊന്നുമല്ല, അരി കഴുകുന്ന വളം. നമ്മൾ ദിവസവും പാഴാക്കി കളയുകയാണ് ഇത് ചെയ്യുന്നത്. അത് പക്ഷേ ചെടികൾക്ക് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതിൻ്റെ കൂടെ 1 സ്പൂൺ തൈര് കൂടി ചേർത്ത് 5 ദിവസം പുളിപ്പിക്കാൻ വെക്കണം. അതിനുശേഷം 2 ഇരട്ടി വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം റോസുകൾക്കൊക്കെ കണ്ടോ നിറയെ പൂവ് ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ച മുമ്പേ ഞാനിത് ചെയ്തിരുന്നു. ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ബട്ടൺ റോസും ക്രീപ്പർ റോസുകളും ഒക്കെയാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ വളം നിലത്ത് വെച്ചിരിക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നിലത്ത് വെച്ചിട്ടുള്ള കാറ്റ്സ് ക്ലൗവിൻ്റെ ചെടിയാണ്. അതിനും നിലത്ത് കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കാം. നിലത്തായതുകൊണ്ട് ഒരുപാട് വളം വലിച്ചെടുക്കുമല്ലോ. അതിനുശേഷം ഉണ്ടായ പൂക്കളാണിത്. ഇത് കണ്ടോ, ഇത് വേരിൻ്റെ ഭാഗത്ത് കൂടിയിട്ട് പൂവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഓർക്കിഡിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ആദ്യം നമ്മൾ ചേർത്ത വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഓർക്കിഡിന് ഒഴിച്ചു കൊടുക്കാൻ. ഏത് വളം കൊടുത്താലും വളരെ കുറഞ്ഞ അളവിൽ ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കുക. കാരണം അന്തരീക്ഷത്തിൽ നിന്നാണ് ഓർക്കിഡ് വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കുന്നത്. കുറഞ്ഞ അളവിലെ വളം വലിച്ചെടുക്കാനേ ഓർക്കിഡിന് പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് അവർക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഓരോ പ്രാവശ്യവും മാറി മാറി കൊടുക്കണം. ഒരേ വളം എപ്പോഴും കൊടുക്കരുത്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ NPK, എപ്സം സോൾട്ട്, DAP തുടങ്ങിയ വളങ്ങൾ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. എങ്കിലേ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടി ചെടികൾ നല്ലവണ്ണം വളർന്ന് പൂക്കളും കായകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.